എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറെ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ മറ്റൊന്നുമല്ല, ജോലി തിരക്കുകളും പഠിക്കാനുള്ള തിരക്കുകളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ജോലിയിലോട്ട് കിടക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാർട്ട് ടൈം ജോലികളാണ് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു യഥാർത്ഥത്തിലുള്ള ഒരു ഫൈറ്റർ ആണോ, ഒരു പോരാളിയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ ഒരു സുഹൃത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ കുറേ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആദ്യ കാലഘട്ടങ്ങളിൽ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ ഈ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മൾ ഇവിടുത്തെ DVSAയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ തിയറി ടെസ്റ്റ് എന്നാണ് പറയുന്നത്, ആ തിയറി ടെസ്റ്റ് ബുക്ക് ചെയ്തു. ആദ്യമായിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ടെസ്റ്റ് ഫെയിലായി, രണ്ടാമത്തെ ടെസ്റ്റ് ഫെയിലായി, മൂന്നാമത്തെ ടെസ്റ്റ് ഫെയിലായ സമയത്താണ് പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്യണത്. കാരണം യൂട്യൂബൊക്കെ പരതിയിട്ടുണ്ടാവും എങ്ങനെ എക്സാം പാസ്സാവാന്നൊക്കെയുള്ള രീതിയിൽ. ഒരു ടെസ്റ്റിന് 23 പൗണ്ടാണ് ഫീസ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ പരാജയങ്ങളിലും നമ്മൾ 23 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപയോളം വരും നാട്ടിലെ പൈസ. നമ്മളൊരു വ്യക്തിനെ ഇകഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവസാനം എൻ്റെ കയ്യിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇന്ന ആപ്പൊക്കെ പഠിച്ചാൽ മതി, അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പുള്ളിക്കാരൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ മോക്ക് ടെസ്റ്റിലും പുള്ളിക്ക് 50 മാർക്കാണ്. പക്ഷെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പുള്ളി പരാജയപ്പെടും. ഒരു മാർക്ക്, അര മാർക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ 42, 43 ഒക്കെ കിട്ടിയിട്ടാണ് ഫെയിൽ ആവുന്നത്. 44 കിട്ടിയാലേ ജയിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരീക്ഷ 50 ക്വസ്റ്റ്യനിൽ 44 ക്വസ്റ്റ്യൻ പാസ്സായാലേ ജയിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം തിയറി പരീക്ഷയെ ഇവർ അതുപോലെ നമ്മൾ ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഇവർ അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഈ പരീക്ഷ പഠിച്ച് റൂട്ടിൽ പഠിക്കുന്ന കാര്യങ്ങൾ, തിയറി പഠിക്കുന്ന കാര്യങ്ങൾ റൂട്ടിൽ നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു 3 പേര് ഫെയിലായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. കാരണം ഞാൻ പുള്ളിയോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, നമ്മളെ കൂട്ടിയാൽ കൂടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആ ദിവസം വിളിച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോണ സമയത്ത് കുറച്ച് അഡ്വൈസ് ഒക്കെ തന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് പരിചയപ്പെടുത്തി. അവർ തമ്മിൽ ഫോണിൽ കോൺടാക്റ്റും വിളിക്കലും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ എന്നെ സിബിച്ച എങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പോൾ 6ാമത്തെ ഫെയിലിയർ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചു, സിബിച്ച ഇനി ഞാൻ എന്താ ചെയ്യുക, എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ക്വസ്റ്റിനെ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. പിന്നീട് അത്രയും കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അവസാനമായപ്പോഴേക്കും പുള്ളിക്കാരൻ പറയുകയാണ്, സിബിച്ച ഞാൻ ഈ മലയാള സ്കൂളിൽ നാട്ടിൽ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതും നമ്മൾ അന്നും കുറേ മോട്ടിവേഷൻ നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 7ാമത്തെ ടെസ്റ്റും പുള്ളിക്കാരൻ ഫെയിലായി. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പുള്ളിക്കാരൻ എനിക്ക് ഒരു മെസ്സേജ്, ഒരു സ്ക്രീൻഷോട്ട് അയച്ചു. സിബിച്ച ഞാൻ പരീക്ഷ പാസ്സായി, വളരെയധികം നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമുക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ എല്ലാ മോഡ്യൂളിൽ നിന്നും പുള്ളിക്കാരന് ഒരു ഉത്തരങ്ങൾ വീതമേ തെറ്റിപ്പോയിട്ടുള്ളൂ. എന്നിരുന്നാലും പാസ്സായി, ജസ്റ്റ് പാസ്. 8ാമത്തെ പരീക്ഷയ്ക്കാണ് പാസ്സാവണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടുകാരാ, ഇത് ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല, നിങ്ങൾ പരീക്ഷയിൽ തോറ്റുന്ന കരുതി നിങ്ങൾ 23 പൗണ്ട് നൽകി 8ാമത്തെ തവണ അദ്ദേഹം പാസ്സായത്, തിയറി പാസ്സായത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാജയങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെട്ട് 1, 2, 3 പരാജയത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ട് പോകരുത്. യൂറോപ്പിൽ ഒരു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായി സിബിച്ച എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ യൂറോപ്പിലെ ലൈസൻസ് 24 മണിക്കൂറിൽ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ പുള്ളിക്കാരൻ. ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള റോഡിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റോഡിൽ നമ്മൾ ഇന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമുക്ക് ഇതുവരെ ഒരു ട്രാഫിക് പോയിന്റ് കിട്ടിയിട്ടില്ല. എന്താ പറയണേ, അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് വരുത്താതെ. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഒരു ലേണേഴ്സ് ടെസ്റ്റ് 1 തവണ ഫെയിലായി, 2 തവണ ഫെയിലായി. ലേണേഴ്സ് ടെസ്റ്റ് 8, 9, 10 തവണയൊക്കെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പാസ്സായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ 2500 രൂപ വീതം നമ്മളൊരു 3-4 തവണ നമ്മൾ ഫീസ് അടച്ച് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും
നമ്മൾ ലേണേഴ്സിൻ്റെ പരീക്ഷ എഴുതുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മുടെ നാടും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ കൂടുതൽ പണം നൽകണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ തിയറി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എമൗണ്ട് ഫീസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു റോഡിലെ ഡ്രൈവറായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ഈ പരീക്ഷ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. യൂറോപ്പിലെ ഡ്രൈവിംഗ് തിയറി അതുപോലെ തന്നെയാണ് ഓരോ തിയറികളും. ഹെവി വെഹിക്കിളിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് 6 പരീക്ഷ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹെവി വെഹിക്കിളിന് ലൈസൻസ് കിട്ടിയ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഓൺ ലണ്ടൻ വിശേഷങ്ങൾ. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാതെ എല്ലാവരോടും ബൈ ബൈ. പരാജയങ്ങളിൽ പതറാതെ വീണ്ടും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര തവണ നമ്മൾ ശ്രമിച്ചു, എത്ര തവണ നമ്മൾ ഫെയിലായി എന്നുള്ള കാര്യം നമ്മൾ ജയിക്കുന്നത് വരെ പോരാടുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. എനിവേ, സീ യു സൂൺ. ബൈ.